സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ വീഡിയോ കണ്ട് കൺമണിയും കൃഷും ആകെ തകർന്നു പോവാണ്. എന്നാലും അവളുടെ ആത്മവിശ്വാസം ഒന്നും തകർന്നില്ല കേട്ടോ. ആ മനസ്സിൻ്റെ ശക്തിയും വരുണിനെ മാനസികമായിട്ടും ചോർത്തിക്കളയാൻ പറ്റുന്നതായിരുന്നില്ല. സാഗറിനും ഇത് കണ്ട് ആകെ പ്രയാസമാവുന്നുണ്ട്. കാരണം തൻ്റെ മകൻ കണ്ടുപിടിച്ച ആ പെൺകുട്ടി ഒരു തെറ്റുകാരി ആവില്ലെന്നുള്ള കാര്യം ഉറപ്പുണ്ട് സാഗറിന്. പിന്നെ കൺമണിയെ അവർ ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ, കൺമണിയുടെ സ്വഭാവം അവർ കണ്ടറിഞ്ഞതുമാണല്ലോ. പക്ഷെ അതൊന്നും ആ ജയമോഹന് അറിയില്ല. അയാൾ കൺമണിയെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചതിന് മാത്രമല്ല കൃഷ്ണനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അവൾ എന്നൊക്കെ കേട്ട് ആകെ ക്ഷുഭിതനായിട്ട് സാഗറിനോട് ഒച്ചയെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കൺമണിയോട് അങ്ങനെയൊന്നും പെരുമാറാനായിട്ട് സാഗറിന് കഴിയില്ല. അയാൾ എന്തു ചെയ്യണം എന്നറിയാതെ ആകെ നിസ്സഹായമായിട്ടുള്ള ഒരവസ്ഥയിൽ പെട്ടുപോകാണ്. തുടർന്ന് സാഗർ ജയമോഹനോട് തൻ്റെ മകന് വേണ്ടി കാല് പിടിക്കാൻ തയ്യാറാകുന്നുണ്ട്. ജയമോഹൻ സാഗറും കൃഷും മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ചെയ്യുന്നതാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ഈ ചെയ്തതിന് പകരത്തിന് പകരം ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ അവരുടെ ബന്ധം ആകെ തകരുന്ന അവസ്ഥയിലെത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കൃഷും കൺമണിയും കൃപയും കൂടിയിട്ട് കൺമണിയുടെ വീട്ടിലെത്തുന്നുണ്ട്. കൃഷ ഒരിക്കലും തൻ്റെ പെണ്ണിനെ ഒറ്റയ്ക്കാക്കില്ല എന്നുള്ള നിശ്ചയത്തിൻ്റെ പുറത്ത് തന്നെയാണ് കേട്ടോ വീട്ടിൽ കൊണ്ടാക്കുന്നത്. കൃപയ്ക്കും കൺമണിയെ ഒറ്റയ്ക്കാക്കാനായിട്ട് തോന്നുന്നില്ല. കാരണം അവൾക്കും കൺമണിയെ ഒത്തിരി ഇഷ്ടമാണല്ലോ. ആ പിൻബലം കൺമണിക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ അമ്മായിമാരും ധനലക്ഷ്മിയും ആ വീഡിയോ കാണുന്നുണ്ട്. അമ്മായിമാർക്കാണെങ്കിൽ ഇത് കണ്ട് ഒരുപാട് വിഷമാവുന്നുണ്ടെങ്കിലും ധനലക്ഷ്മിക്ക് സന്തോഷമാവുകയാണ്. ഇത് കണ്ട് ശ്രീനി അപ്പോൾ തന്നെ ഇതെൻ്റെ മോളെ ചതിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് കേട്ടോ കൺമണിയും കൃഷും കൃപയും കൂടി വരുന്നത്. അമ്മായിമാരും ശ്രീനിയും കൺമണിയെ കണ്ട് അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാണ്. കൺമണി വേഗം ഓടിച്ചെന്ന് ശ്രീനിയുടെ നെഞ്ചിൽ കിടന്ന് കരയാണ്. മാനസികയാണെങ്കിൽ കൺമണി തകർന്നു പോകുന്നത് കണ്ടതും അവളെ തോൽപ്പിച്ചു എന്നോർത്ത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് വരുൺ കുറച്ച് അയാൾ തന്നെ വിളിച്ചു വരുത്തി മാധ്യമപ്പടയുമായിട്ട് കൺമണിയുടെ വീട്ടിലെത്താണ്. വരുൺ എന്തോ ഒരു കാര്യം ക്യാമറമാന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കൺമണിയെ പോലീസ് കൊണ്ടുപോകുമ്പോൾ ഹാപ്പി ജേർണി കൺമണി എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് കേട്ടോ. കൺമണിയാണെങ്കിൽ ഒരു കൂസലും കൂടാതെയാണ് കേട്ടോ പോലീസുകാരുടെ ഒപ്പം പോകുന്നത്. കാരണം കൺമണിക്കറിയാം സത്യം എന്തെങ്കിലും തെളിയും, താൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം എന്തെങ്കിലും ലോകം അറിയും എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ കൺമണിയെ കൊണ്ടുപോയതിൽ നിസ്സഹായനാണെങ്കിലും എന്തോ ഒരു ദൃഢനിശ്ചയത്തല്ലിയാണ് കേട്ടോ കൃഷ്ണ ഏതാണ്ടൊക്കെ ഇത് മാനസയുടെ കളിയാണെന്ന് അറിയാമെന്ന് തോന്നുന്നുണ്ട്. അവൾക്കിട്ട് രണ്ട് കൊടുക്കാൻ അയാളുടെ രക്തം തിളയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും കൃഷ്ണനെ കൊണ്ട് തന്നെ കൺമണിയുടെ നിരപരാധിത്വം തെളിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്